ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ വെറും 8 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 8 പേരാണ് ഹൗസിൽ അവശേഷിക്കുന്നത്. ഇവരിൽ ആരാകും കപ്പുയർത്തുകയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള അനുമോളുടെ ഗെയിമിനെക്കുറിച്ച് മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. PR, കരച്ചിൽ കാർഡ്, അനീഷ്, അനു കോംബോയെക്കുറിച്ചെല്ലാം കുടുംബം പ്രതികരിച്ചു. അനുമോളുടെ വിഷമം കാണുമ്പോൾ വിഷമം വരും, ഒപ്പം കരയും. പെട്ടെന്ന് കരച്ചിൽ വരുന്ന പ്രകൃതമാണ് അനുവിന്. അനു കരയുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ആദ്യം BP കൂടി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചേച്ചിയുമായി അനുവിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാതിരുന്നത്. അവളെ കണ്ടാൽ ഞങ്ങൾ കരയും. കരഞ്ഞു മെഴുകുന്ന കുടുംബമെന്ന് പേര് വേണ്ടെന്ന് കരുതി. അതാണ് അനുവിന് അടുപ്പമുള്ള കൂട്ടുകാരിയെ അമ്മയ്ക്കൊപ്പം ഹൗസിലേക്ക് അയച്ചത്. സിമ്പതി കിട്ടാൻ വേണ്ടി അനു എടുക്കുന്ന സ്ട്രാറ്റജി അല്ല കരച്ചിൽ. അനു സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും. അനുവിനെ ഷോയിലേക്ക് വിടുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അനു ഇത്രയും ദിവസം സർവൈവ് ചെയ്യുമെന്ന് കരുതിയില്ല. അനു കപ്പടിക്കുമെന്ന് 100% വിശ്വാസമുണ്ട്. ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുവും അനീഷുമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാലും ഗെയിമാണ്, എന്തും സംഭവിക്കാം. പണപ്പെട്ടി എടുക്കണമെന്ന ആഗ്രഹം അനുവിനുണ്ടായിരുന്നു. പ്രൈസ് മണി നോക്കിയാ തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. അനു കുക്ക് ചെയ്യുന്നയാളല്ല, മാഗി പോലുള്ളവ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ അവൾ ഒരു കുടുംബിനിയായി. ഇനി കെട്ടിച്ചു വിട്ടാലും ടെൻഷനില്ല. ലൈഫ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും അനുവിന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവൾ അതൊക്കെ പഠിച്ചു. ഭക്ഷണത്തിൻ്റെ കുറവാകണം, ഒരുപാട് മെലിഞ്ഞിട്ടുണ്ട്, കുടുംബം പറയുന്നു. അവൾക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടായില്ലേ, അതുകൊണ്ടാകും ജിസേലുമായി വഴക്കുകളുണ്ടായത്. ജിസേലും അനുവും പുറത്തിറങ്ങാറായപ്പോഴേക്കും അടുപ്പത്തിലായിരുന്നു. മാത്രമല്ല അനുവിനെ പറ്റി നല്ല കാര്യങ്ങളാണ് ജിസേൽ പറഞ്ഞതും. ഇതുവരെ പുറത്തിറങ്ങിയവർ പറഞ്ഞത് PRൻ്റെ പ്രശ്നം മാത്രമാണ്. ക്യാഷിന് വേണ്ടിയാണ്, ഫെയിമിന് വേണ്ടിയല്ല അനു ബിഗ് ബോസിൽ പോയത്. PRന് 16 ലക്ഷം കൊടുത്തു എന്നത് സത്യമല്ല. പിന്നെ 16 ലക്ഷത്തിൻ്റെ കഥ എങ്ങനെ വന്നുവെന്നത് അനു വന്ന ശേഷം അവളോട് ചോദിച്ച് മനസ്സിലാക്കണം. ബിന്നി പറഞ്ഞ ശേഷമാണ് ഞങ്ങളും അറിയുന്നത്. എല്ലാ മത്സരാർത്ഥികൾക്കും PR ഉണ്ട്, അനുവിനുമുണ്ട്. പക്ഷേ അതിനായി ഇത്ര വലിയ തുക കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യം അവൾക്കില്ല. അവളുടെ ഇൻസ്റ്റാ പേജിൽ 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ആ പേജ് ഒരാളാണ് മാനേജ് ചെയ്യുന്നത്, അത്രമാത്രം. അല്ലാതെ PR ഇല്ല. PR സംഭവം പ്രചരിച്ചതോടെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ എല്ലാവരും കൂടി കൊണ്ടെത്തിച്ചു. PRൻ്റെ പേരിൽ അനുവിന് ലഭിക്കുന്ന ഹേറ്റ് കമൻറ്റ് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇത്ര നെഗറ്റീവ് പ്രതീക്ഷിച്ചിരുന്നില്ല. അനുവിന് കിട്ടുന്ന ഡിഗ്രേഡ് മറ്റ് PRകളിൽ നിന്നാണ്. ലാലേട്ടൻ അനുവിനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ വിഷമം തോന്നും. ഞായറാഴ്ച എപ്പിസോഡ് കാണുന്നത് തന്നെ ടെൻഷൻ അടിച്ചാണ്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിനെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ലാലേട്ടനെ പേടിയാണ്. അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയുമോ എന്ന് അറിയില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു. പഴയ സീസൺ പോലും അനു കണ്ടിട്ടില്ല. അനുവിൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ സ്ഥാനമാണ് അനീഷിന്. മറ്റുള്ളവരെല്ലാം തമാശയായി പറഞ്ഞതാണ്. അനീഷും അനുവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അനുവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നടത്തി കൊടുക്കുമെന്നും കുടുംബം പറയുന്നു.